നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ്സ്, മൂക്കന്നൂർ, അങ്കമാലി. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ഒരു കോടി യുവാക്കൾക്ക് 500 വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ്, 5000 രൂപ സ്റ്റൈഫൻ നൽകും. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വായ്പ, ചെറുകിട ഇടത്തരം വ്യവസായശാലകൾക്കായി 100 കോടി രൂപയുടെ പദ്ധതി. മാതൃകാ നൈപുണ്യ വായ്പകൾ പ്രതിവർഷം 25,000 വിദ്യാർത്ഥികൾക്ക്. വായ്പാ പരിധി 5 ലക്ഷം. 500 വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ 1 കോടി വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കും. ഇന്റേൺഷിപ്പ് തുകയായി 5000 രൂപ ലഭ്യമാകും. ലോറി കരയിൽ തന്നെയുണ്ട്, 90% മേലെ ചാൻസ് ഉണ്ട്. രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ. ലോറി കരയിൽ തന്നെയുണ്ട്, 90% മേലെ ചാൻസ് ഉണ്ടെന്ന് രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ. എനിക്ക് ഡ്രില്ലിംഗ് മെഷീൻ ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് വേണ്ടതൊന്നും വിട്ടു തന്നിട്ടില്ല. എനിക്ക് വേണ്ടത് ബോർവെല്ലിന്റെ മെഷീനാണ്. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ നേവി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കേന്ദ്ര ബജറ്റ് സ്ത്രീ ശാക്തീകരണത്തിന് 3 ലക്ഷം കോടി. തൊഴിലിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കും. വനിതകൾക്കായി പ്രത്യേക നൈപുണ്യ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര ബജറ്റ്. തൊഴിലിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബജറ്റിന്റെ 9 മുൻഗണനകളാണ് നൽകിയിരിക്കുന്നത്. കാർഷികോൽപാദനം, തൊഴിൽ, നൈപുണ്യ വികസനം, മാനവ വിഭവശേഷിയും സാമൂഹ്യനീതിയും, ഉൽപാദനവും സേവനവും, നഗരവികസനം, ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൗകര്യം, ഗവേഷണം, പുതുതലമുറ പദ്ധതികൾ എന്നിവയ്ക്കാണ് മുൻഗണന. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാക്കേജ്. ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരി പ്രഖ്യാപനങ്ങൾ. 3-ാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്കാണ് പ്രത്യേക പാക്കേജ്. ബീഹാറിന് പുതിയ എയർപോർട്ടുകൾ, മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിച്ചു. യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കം. പള്ളികൾക്ക് മുന്നിൽ യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധം. യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പള്ളികൾ ഏറ്റെടുക്കാനുള്ള പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധവുമായി യാക്കോബായ വിശ്വാസികൾ. പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ എറണാകുളത്തും ഇടുക്കിയിലും വിശ്വാസികളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രളയ ദുരിതം നേരിടാൻ ബീഹാറിന് 11,500 കോടി. കേരളം പട്ടികയിലില്ല. പ്രളയ ദുരിതം നേരിടാൻ ബീഹാറിന് 11,500 കോടിയുടെ സഹായം പ്രഖ്യാപിച്ചു. പ്രളയം നിയന്ത്രിക്കാൻ നേപ്പാളിലേതിന് സമാനമായ രീതിയിൽ പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. അസമിനും ഹിമാചലിനും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രളയ ദുരിതം നേരിടാനുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ പട്ടികയിൽ കേരളമില്ല. ബാർക്കോഴ വിവാദം പണപ്പിരിവ് മദ്യനയമാറ്റത്തിനല്ല. ആരോപണത്തിന് തെളിവോ മൊഴിയോ ഇല്ല. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. ബാർക്കോഴ വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തയ്യാറായി. പണപ്പിരിവ് മദ്യനയമാറ്റത്തിന് അല്ലെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. കോഴ നൽകാനാണ് പണം പിരിച്ചതെന്ന ആരോപണത്തിന് തെളിവോ മൊഴിയോ ഇല്ലെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ബാർ ഉടമകൾ പണം പിരിച്ചത് സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്.
പമ്പാ നദിയിൽ എണ്ണപ്പാട പരിശോധിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം. പമ്പാ നദിയിൽ ഓയിൽ കലർന്ന നിലയിൽ പത്തനംതിട്ട റാന്നി ഭാഗത്താണ് വെള്ളത്തിൽ ഓയിൽ കലർന്നതായി കണ്ടെത്തിയത്. നദിയിൽ എണ്ണപ്പാട കണ്ടെന്ന് റാന്നി MLA പ്രമോദ് നാരായണനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിശോധന നടത്താൻ മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് MLA ആവശ്യപ്പെട്ടു. ഓയിലാണോ അതോ മറ്റെന്തെങ്കിലും രാസമാലിന്യമാണോ എന്ന് പരിശോധിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. അടിയന്തര പരിശോധന നടത്താൻ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. പിന്നെയും താഴേക്ക്, സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നു. കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് 53,960 രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 200 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. വിപണിയിൽ ഇന്ന് 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 6,745 രൂപയാണ് വില. 1 ഗ്രാം 18 ഗ്രാം സ്വർണത്തിന്റെ വില 5,605 രൂപയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.